ഓക്കെ ആണോ? അതിലുണ്ടോ? റെഡി ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരന്മാരെ, വെറുതെ ഇങ്ങനെ ഒന്ന് ലൈവിൽ കയറിയതാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ഫേസ്ബുക്കിലൊന്നും കയറുന്ന ശൈലിയുള്ള ആളല്ല. വെറുതെ പിന്നെ ഒന്നിങ്ങനെ ആളുകൾ തമാശക്കും കാര്യത്തിനൊക്കെ കയറുന്ന ഒരു മേഖലയാണല്ലോ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഒന്ന് കയറിയതാണ്. ഇന്നലെ രാത്രി പിന്നെ കാര്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ഞാന് ഒരു ഉംറയൊക്കെ പാടെ ഉദ്ദേശിച്ചൊരു വിദേശയാത്രയിലായിരുന്നു ഇന്നലെ രാത്രി. അതുകൊണ്ട് കാര്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വേറെ കാരണങ്ങളൊന്നുമല്ല. ഞാനിപ്പോ ഇവിടെ രാവിലെ വന്ന് ഇറങ്ങി നമ്മളെ വൈഫൈ ഒക്കെ ഒന്ന് ഓണാക്കിയാണ്ട് നോക്കുമ്പോ അതിലൊരു ക്ലിപ്പ് വല്ലാതെ എസ്കക്കാര് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ക്ലിപ്പ് വാട്സപ്പിലൊക്കെ വിട്ടെന്നുങ്ങാണ്ട് ഇങ്ങനെ നാറിയിലെ എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ എല്ലാരും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ ആ ക്ലിപ്പിലൊരു നാറ്റക്കേസൊന്നും കേട്ടിട്ടില്ല. പിന്നെ അപ്പോ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഫേസ്ബുക്കിൽ വന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കോട്ടക്കലിൽ വെച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം നടത്തിയപ്പോ പിന്നെ മതരംഗത്ത് ചിലർ ഇപ്പൊ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് മെയിൽ സമ്പ്രദായത്തെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ അടിയിൽ ഒരു സ്ത്രീ പേര് ഞാൻ എന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. അത് പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ആ പേര് അവിടെ പരാമർശിക്കേണ്ട കാര്യമല്ല എന്ന്. തോന്നാൻ കാരണം മറ്റൊന്നല്ല. ഒന്ന്, നമ്മള് ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിലാണല്ലോ പ്രസംഗിക്കണത്. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടും ആ ബോധ്യം സംഘടനാ രംഗത്ത് നിന്ന് നമുക്ക് കിട്ടിയതായതുകൊണ്ടുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി പിന്നെ ഞാൻ ഇടക്ക് പിന്നെ ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്കിലാണിത് ഇപ്പോ കയറി സംസാരിക്കുന്നത്. പിന്നെ സംഘടനാപരമായി നമുക്ക് കിട്ടിയ ഒരുപാട് പരിശീലനം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ പാകപ്പെടുകയും തസ്കിയത്ത് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. ഞാൻ ഓർക്കുകയാണ്, ഒരു പിന്നെ കുറച്ചു മുമ്പ് ഒരു വിവാദ സംഗതികളൊക്കെ കഴിഞ്ഞ ശേഷം കളന്തോട് വെച്ച് ഞാൻ പ്രസംഗിക്കുന്ന ടൈമിൽ പ്രസംഗിക്കുന്നതിന്റെ തലേന്ന് രാത്രി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വിളിച്ചിട്ട് എന്നോട് നാളെ പരിപാടി ഉണ്ട്, എന്നാല് പിന്നെ പ്രസംഗം നല്ലോണം ശ്രദ്ധിക്കണം, നമ്മള് പിന്നെ നന്നാകണം എന്ന് ചിന്തിക്കണോലും കേടുവരണം എന്ന് ചിന്തിക്കണോലും നമ്മളെ പ്രസംഗം കേൾക്കും. അതിന് ബേജാറാകാനൊന്നുമില്ല. കേൾക്കുന്ന ആളുകൾ നന്നാകണം എന്ന നീയത്തിൽ നമ്മൾ പ്രസംഗിച്ചാൽ മതി എന്ന് ഉസ്താദ് അന്ന് പറഞ്ഞ ആ വാക്കിപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ ഉപദേശവും നിർദ്ദേശവും പിന്നെ ശിക്ഷണം ഒക്കെ കിട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ നന്നാകുക. ആ ഒരു നന്മ തന്നെയാണ് നമ്മളെ പ്രസംഗത്തിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിനൊക്കെ തന്നെയാണ് പ്രാസ്ഥാനിക രംഗത്ത് നിൽക്കുന്നതും. അപ്പോ ആ ഒരു പരിഗണന വെച്ചു, ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ആ ഒരു പ്രയോഗം അവിടെ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ അന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് പ്രസംഗിക്കാൻ ഒന്നും ആലോചിക്കേണ്ട കാര്യമല്ല. കാരണം പിന്നെ സ്റ്റേജ് എവിടുന്ന, അത് കോട്ടക്കെന്നാണ്. പ്രസംഗകൻ ആരാ? കോട്ടക്കുള്ള ആളാണ്. പെർമിറ്റ് എടുത്ത ആരാണ്? കോട്ടക്കുള്ള ആളാണ്. പിന്നെ സെറ്റും ബോക്സൊക്കെ എടുത്തതാവും കോട്ടക്കത്താണ് എന്ന് പറയുന്ന എരപ്പന്റെ പോലെ എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും ഒരുത്തം വന്നിട്ട് ചെയ്യണ ഒരു പച്ചമരുന്ന് പരിപാടി അല്ലല്ലോ നമ്മളെ പ്രബോധനം. ഇനിയിപ്പോ ഞാൻ കോട്ടക്കൽ എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ്. ഞാൻ അതിന് എസ്കക്കാരും SK ബിനാമികളും പാടെ കോട്ടക്ക ചെന്നിട്ട് കോട്ടക്കക്കാരെ മോശാക്കിക്കണ 4 ആളെ കിട്ടുമോ എന്ന് നോക്കാൻ സമയം പൈസയും കണ്ണീരൊന്നും ചെലവാക്കി കോട്ടക്കാർക്കും വേണ്ടിയിട്ട് കണ്ണീരൊഴിക്കേണ്ട ആവശ്യമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലല്ലല്ലോ നമ്മൾ പ്രബോധനം നടത്തുന്നത്. അപ്പൊ എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് ആ പ്രയോഗം വേണ്ടില്ലായിരുന്നു. ഗുണകാംക്ഷികളായ ചിലരും പറഞ്ഞു. മാത്രല്ല ആ പ്രസംഗം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ പിന്നെ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട എന്റെ പോയിന്റിന്റെ മർമ്മമുണ്ട്. ആ മർമ്മം ചിലർക്ക് ജാള്യത ഉണ്ടാക്കുന്നതാണ് എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, എന്റെ പ്രസംഗത്തിന്റെ ആശയത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ പേരിലേക്ക് ആ വിഷയം ചുരുക്കാനുള്ള കളികൾ കളിക്കുന്നുണ്ടെന്നും ബോധ്യമായി. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ എന്റെ പ്രസംഗത്തിൽ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ആ പ്രസംഗത്തിൽ പ്രതിപാദിക്കപ്പെടേണ്ടതല്ലാത്ത ഒരു പേര് പരാമർശിക്കപ്പെട്ടതുകൊണ്ട്
അത് ഉചിതല്ലാന്നും അത് ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നൊക്കെ ബോധ്യമുള്ളത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഞാൻ പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, അവരല്ല നമ്മളെ പ്രസംഗത്തിന്റെ വിഷയം, അവരെ വിഷയമല്ല നമ്മളെ പ്രസംഗത്തിന്റെ സംഗതി. അത്തരം പരാമർശിക്കപ്പെട്ട പേരുള്ള ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ അവരൊന്നല്ല നമ്മളെ പ്രസംഗത്തിന്റെ വിഷയം. മതരംഗത്ത് പ്രബോധന മേഖലകളിൽ ചെയ്യാൻ പറ്റാത്ത ചില ശൈലികളെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഞാന് ആ പ്രസംഗം കഴിഞ്ഞു, ആ തിരുത്തലും കഴിഞ്ഞു. ആ തിരുത്തലും കഴിഞ്ഞതിന്റെ ശേഷം അത് സ്വമേധയാ തന്നെ തിരുത്തിയതാണ്. എനിക്ക് തന്നെ എന്റെ പ്രബോധന മേഖലയിലെ അനുഭവം എന്റെ ഉസ്താദന്മാരെയും പ്രാസ്ഥാനികരത്തെയൊക്കെ തസ്കിയത്തും നിർദ്ദേശങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കി ഉണ്ടായ ഒരു ഉചിതമായ തോന്നൽ തന്നെയാണ്. അപ്പോ ഇന്നലെ ഞാനിങ്ങനെ ഈ ഉംറക്കൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്ര ഒരുങ്ങുന്ന ടൈമിലാണ് എന്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ട പേരുള്ള സ്ത്രീ എന്നെ വിളിച്ചിട്ട് ഇന്ന ആളാന്ന് പറഞ്ഞു. വളരെ മാന്യമായി ആ സ്ത്രീ എന്ന് ഞാനിവിടെ ബോധപൂർവം തന്നെയാണ് പ്രയോഗിക്കുന്നത്. അതും ആ സ്ത്രീ എന്നോട് ഫോണിലൂടെ സംസാരിച്ച ഒരു മര്യാദ കണ്ടുകാണ്ട് ഞാനിവിടെ ഒരു സഹോദരി എന്നെങ്കിലും ഉപയോഗിക്കലാണ് മനുഷ്യ സഹജമായ മര്യാദ എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ട് അയിമലും എന്ത് ചെയ്യണ്ട, നമ്മളെ ചേളാരി സമസ്തയിലെ സൈബർ പോരാളികൾ ഇടപെട്ടും കണ്ട് കുതൂലുണ്ടാക്കണ്ട. കാരണം ഓലെ പേടിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ സ്വന്തം സമസ്തയുടെ നേതാവ് ഒരുപാട് പള്ളികളുടെയും മാലുകളുടെയും കാളിയൊക്കെ ആയ മംഗലാപുരത്തെ അവരുടെ ഒരു കാളി നേതാവും മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട സംഗതി ആത്മഹത്യയാണ് അല്ല കൊലപാതകമാണ് എന്ന വിഷയങ്ങളും ഇഷ്യൂസും നിലനിൽക്കെ ആ ചേളാരി സമസ്തയിലെ സൈബർ പോരാളികള് സ്വന്തം സമസ്തയെ കുറിച്ച് പറഞ്ഞത് അത് കൊന്ന ആളുകളെ പിടിക്കാനുള്ള സമരം സംഘടന നടത്താത്തത് പ്രതികളെ പിടിച്ച സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ആകും എന്നതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ടോ? എന്നതുകൊണ്ടാണ് എന്ന് വിളിച്ചു പറയുന്ന, സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്ന ഒരു ടീമാണത്. സ്വന്തം സംഘടനയുടെ സംസ്ഥാന നേതാവിനെ പാരവെക്കാൻ വേണ്ടി കൗൺസിലിലെ കാര്യങ്ങള് പത്രക്കാർക്ക് സ്വന്തം സംഘടനയിൽ തട്ട സ്റ്റേറ്റ് നേതാവ് ഒറ്റിക്കൊടുക്കുന്നുണ്ട് എന്ന് എഴുതി വിടുന്ന സൈബർ പോരാളികളുള്ള ഒരു പ്രസ്ഥാനാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ആ ഒരു പ്രയോഗം അവിടെ നടത്തിയിട്ട് അതിന് വേറൊരു ഫിത്തന പോലും കൊണ്ടുവരണ്ട. അതുകൊണ്ട് ഞാൻ സ്ത്രീ എന്ന് ബോധപൂർവ്വം പറയണം. ആ സ്ത്രീനെ വിളിച്ചു. വളരെ മാന്യമായി ആ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ സ്ത്രീ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രസംഗത്തിൽ ആ സ്ത്രീയുടെ വിഷയങ്ങളോ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആണ് നമ്മളെ പ്രധാന വിഷയം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലും ആ സ്ത്രീയെ നിന്ദിക്കലാണ് നമ്മളെ ഉദ്ദേശം, ആ നിലത്തിലാണ് നമ്മളെ പ്രസംഗം എന്നൊക്കെ സ്ത്രീ സ്വയം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ കാര്യമായ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് വിളിച്ചു. പക്ഷെ വിളിക്കുമ്പോഴും വളരെ മാന്യമായി എന്നോട് സംസാരിച്ചു. ഞാൻ ആ സ്ത്രീയോടും ഇങ്ങോട്ട് സമീപിച്ച മര്യാദക്കനുസരിച്ച് എന്നെ അങ്ങോട്ടും സമീപിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചല്ല നമ്മളിപ്പോ സംസാരിച്ചത്. കാരണം വ്യക്തിപരമായോ അല്ലെങ്കിൽ എന്റെ സംഘടനാപരമായോ എന്റെ മതപരമായോ ഒരു എതിർപ്പോ ഫൈറ്റിങ്ങോ വിഭാഗീയതയോ നമ്മൾ തമ്മിലില്ല. അതുകൊണ്ട് നിങ്ങളെ എന്റെ ഒരു സ്റ്റേജിൽ എനിക്ക് പ്രതിപാദിക്കേണ്ടതോ പ്രസംഗിക്കേണ്ടതോ ആയ കാര്യമല്ല. പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ആ സ്ത്രീ എന്റെ പ്രസംഗത്തിന്റെ പേരിൽ വേദനിച്ചു എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാധാ പറയുന്നത് തന്നെയാണ് അത് മാന്യമായൊരു പ്രയോഗം. ഞാൻ സോറി എന്നും പറഞ്ഞു. അത് ഞാൻ പഠിച്ചൊരു മര്യാദ അനുസരിച്ച് ഞാൻ ശീലിച്ച ശൈലി അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഫോൺ കോളിലുള്ളത്. ഈ ഫോൺ കോള് വിട്ടുനിന്നിട്ട് നാറിയിലെ എന്ന് ചോദിച്ചോലോട് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നാറ്റക്കേസായിട്ട് ഇപ്പൊ ഇതിൽ എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. പക്ഷേ ഈ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് ആ ക്ലിപ്പുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ആടണേ നമ്മളെ ചേളാരി അതുപോലെ ബിനാമി ടീമിനോട് നമുക്ക് പറയാനുള്ളത്, ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചോളി. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നാറ്റക്കേസയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇട്ടോളി. പക്ഷെ ആ ക്ലിപ്പ് കൊണ്ടെടുക്കുമ്പോൾ അതിൽ ചില പാഠങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിലൊരു പാഠം അങ്ങനെയാണല്ലോ, ഒരു വ്യക്തിയിലാണെങ്കിലും ഒരു സംഗതികളിലൊക്കെ ആണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ആ നിലക്ക് ആ സ്ത്രീ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഫോൺ കോളിൽ നിങ്ങൾക്ക് ചില മാതൃകകളുണ്ട്. വേറെ അത്തരം മാതൃകകൾ നിങ്ങളെ പ്രസ്ഥാനത്തിൽ കിട്ടൂല. ഞങ്ങൾക്ക് മാതൃകൾക്ക് ഞങ്ങളെ പ്രസ്ഥാനത്തിൽ ഒരുപാടുണ്ട്. ഇങ്ങക്ക് അതില്ലാത്തതുകൊണ്ട് പറഞ്ഞു തരികയാണ്.
എന്തായാലും ഇതര സമുദായത്തിൽപ്പെട്ട ഒരു മതവിഭാഗത്തിൽപ്പെട്ട സഹോദരി എന്ന നിലക്ക് എന്നെ പോലത്തെ മൂല്യന്മാരെ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരുടെ പ്രസംഗം, ആ പ്രസംഗം കേൾക്കുന്ന ഒരാളാവൂല സ്വാഭാവികമായും ആ സ്ത്രീ. അതേ സമയത്ത് ഈ പ്രസംഗം ആ സ്ത്രീയെ കേൾപ്പിക്കാനുള്ള ബോധപൂർവമോ സാഹസികമോ ത്യാഗപൂർണമോ ഒക്കെ ആയ ശ്രമങ്ങൾ ഏതായാലും നടന്നേക്കും. എന്നിട്ട് ആ നടത്തുന്ന ആളുകൾക്ക് എന്തായാലും സതുദ്ദേശം ഉണ്ടാവില്ല. പരമാവധി ആ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിക്കലാവും ഉദ്ദേശം. ആ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ സ്ത്രീ എന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോഴും ആ സ്ത്രീയുടെ ഭാഷയിലുള്ള ഒരു മര്യാദന്റെ പ്രയോഗമാണ് എന്നോട് നടത്തുന്നത്. വഹാബ് സാർ എന്ന് പറഞ്ഞ് ആ സ്ത്രീ മനസ്സിലാക്കിയ പ്രയോഗിക്കുന്ന ഒരു മര്യാദന്റെ പ്രയോഗം. ആ പ്രയോഗത്തിൽ എന്നോട് സംസാരിച്ച ഒരു സ്ത്രീയോട് എനിക്ക് തിരിച്ചും അതേ മര്യാദയോടുകൂടെ സംസാരിക്കണമെന്നാണ് ഞാൻ എന്റെ ബാപ്പാന്റെ ഇമ്മാന്റെ അടുത്ത് നിന്നൊക്കെ പഠിച്ചു പോകുന്ന സംസ്കാരം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതേ കോലത്തിൽ മേഡം എന്ന് ആ സ്ത്രീ അങ്ങോട്ടും പ്രയോഗിച്ചു. എന്നോട് ഇങ്ങോട്ട് സമീപിച്ച രീതിക്കനുസരിച്ച് മര്യാദ ഞാൻ അങ്ങോട്ട് കാട്ടണം എന്നതുകൊണ്ട്. അത് ആ സ്ത്രീയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു മാതൃകയാണ്. എന്നെ തെറ്റിദ്ധരിച്ച് വിളിക്കുകയാണ്. സ്വാഭാവികമായും ആ സ്ത്രീക്ക് എന്നോട് ദേഷ്യമുള്ള ഒരു ടൈമാണ്. അപ്പോഴും ആ സ്ത്രീ മര്യാദന്റെ ഭാഷയാണ് പ്രയോഗിച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നല്ല, എന്നെ പോലത്തെ ഈ പ്രസ്ഥാനത്തിലെ ചെറുതും വലുതുമായ ആളുകൾക്കൊക്കെ ഒരു ദിവസം ചുരുങ്ങിയത് 4-5 ആളുകൾ എസ്കക്കാരെ ഫോൺ കോൾ വരലുണ്ട്. ആ ഫോൺ കോളില് ഫോണ് തുടങ്ങല് തന്നെ മനുഷ്യന്റെ ആന്തരിക അവയവത്തിൽ ഏറ്റവും പറയാൻ പറ്റാത്ത ഗോപ്യമാക്കി വെക്കുന്ന വസ്തുക്കളുടെ പേരുകൊണ്ടാണ് അത്തരം ആളുകൾ നമ്മളെ ഫോൺ വിളിച്ചിട്ട് തുടങ്ങല്. അങ്ങനെ തുടങ്ങി ശീലായ ആളുകൾക്ക് സ്വാഭാവികമായും സ്വന്തം സംഘടനയിൽ നിന്ന് അത്തരം മാതൃകയൊന്നും കിട്ടാത്തതുകൊണ്ടാണല്ലോ. അങ്ങനെയുള്ള എസ്കക്കാരും ബിനാമികളൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ആ ക്ലിപ്പ് കൊണ്ടെടുക്കുമ്പോൾ ആ സ്ത്രീ എന്നോട് സമീപിച്ച ഫോൺ കോളിൽ സംസാരിച്ച ആ സംസ്കാരം നിങ്ങളൊക്കെ ഒന്ന് പകർത്തുന്നതും സ്വീകരിക്കുന്നതും നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിലർക്കുള്ള ഒരു തോന്നൽ എന്താ വെച്ചാൽ നമ്മൾ ഓവറായിട്ട് അതവ് കാട്ടിയെന്നാണ്. നമ്മൾ ഓവറായിട്ട് അതവ് കാട്ടിയിട്ടില്ല. ഇങ്ങോട്ട് കാട്ടി മര്യാദക്കനുസരിച്ച് നമ്മൾ കാട്ടണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേസമയത്ത് എസ്കക്കാർക്ക് അത് അങ്ങനെ തോന്നും. കാരണം എന്താ വെച്ചാല് ഇങ്ങക്ക് അങ്ങനെ സമീപിച്ച ശൈലിയോ സംസ്കാരമൊന്നും അറിയില്ല. ഞാന് അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരോടും അതിനനുസരിച്ചാണ് പ്രതികരിക്കുക. അബൂജഹലിന്റെ മുരീദിന് സുഖല്ലേ എന്ന് ആവർത്തിച്ച് പലവട്ടം ഫോൺ ചെയ്യുന്ന ആള് അവസാനം ഫോൺ ചെയ്യുമ്പോ അബൂജഹലിന് അങ്ങോട്ട് സുഖല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. അത് ആ സ്ത്രീയുടെ സംസ്കാരവും ഈ വിളിച്ചോന്റെ സംസ്കാരവും രണ്ടായിട്ടാണ്. അപ്പോ അത്തരം ചില സംസ്കാരം ആ ക്ലിപ്പ് കൊണ്ടെടുക്കുമ്പോ അത് നിങ്ങൾ പഠിക്കണമെന്ന് ചേളാരി ബിനാമി ടീമിനോട് ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറൊന്നും നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ള എന്താന്ന് ചോദിച്ചാല്, സോഷ്യൽ മീഡിയയില് അതുപോലെ വാട്സപ്പുകളില് നിങ്ങളെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ തെരുവുകളിൽ പോലും സമൂഹത്തിൽ അംഗീകാരമുള്ള ആദരിക്കുന്ന ഒരുപാട് ഉലമാക്കളെയും സാദാത്തുക്കളെയും തെറി പറയുന്നതും ആക്ഷേപിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോ ഇവിടെ കാസർഗോഡ് കൊല ചെയ്യപ്പെട്ട റിയാസ് മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് നടന്ന സത്താർ പന്തലൂരിന്റെ പ്രസംഗത്തിൽ അവിടെയുള്ള ഒരു സഅദിയെ കുറിച്ച് അയാൾ കേട്ടു. ബിജെപിയുടെ സ്റ്റേജിൽ പ്രസംഗിച്ചു, വോട്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ ഈ സ്ത്രീ ആ സ്ത്രീയുടെ മുന്നിൽ എന്നെ കുറിച്ചൊരു വിവരം എത്തിച്ചപ്പോ ആ സ്ത്രീ കാട്ടിയൊരു സംസ്കാരം മര്യാദയുണ്ട്. അത് എസ്കക്കാർ പഠിക്കണം. സത്താർ പന്തലൂരിനെ പോലത്തെ ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണത് അതെന്താണ്? ആ സ്ത്രീ എന്നെ നേരിട്ട് വിളിക്കുകയാണ്. എനിക്കതിൽ മൂന്നാമത്തെ ഒരു കക്ഷി വേണ്ട. അത്തരം കക്ഷികൾ ഇടപെട്ടുങ്ങാണ്ട് ഇങ്ങനെ ഈ വിഷയം അലങ്കോലാക്കുന്ന സമീപനം വേണ്ട. നിങ്ങളിൽ നിന്ന് നേരിട്ട് ഇത് അറിയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ഒരു മര്യാദ ചേളാരി സമസ്തയിലെ എ മുതൽ സെഡ് വരെയുള്ള ആൾക്കാർ പകർത്തേണ്ട ഒരു സംസ്കാരമാണ്. സത്താർ പന്തലൂരിനോട് ഒരു ദാവൂദ് സക്കാഫിയും അഷ്റഫ് സഅദിയും ബിജെപിക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ ആ സഅദിയുടെ നമ്പർ സംഘടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ആ ദാവൂദ് സക്കാഫിയുടെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഈ കളവ് മതവേദിയിൽ പ്രചരിപ്പിക്കേണ്ടി വരൂല. അവിടെയാണ് ആ സ്ത്രീ നിങ്ങൾക്ക് മാതൃകയാകുന്നത്. നിങ്ങൾ ആ ക്ലിപ്പ് കൊണ്ടെടുക്കുമ്പോ ഇതൊക്കെ പഠിക്കണമെന്ന്. ആ സ്ത്രീ എന്നെ വിളിക്കുകയാണ്, എന്നിൽ നിന്ന് ചോദിക്കുകയാണ്.
അങ്ങനെയാണ് ആ സ്ത്രീ സംസാരിച്ചത്. അത് നിങ്ങൾക്ക് മാതൃകയാണ്. ഞങ്ങളാ മാതൃകകളൊക്കെ ഞങ്ങളെ നേതാക്കളിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ഉസ്താദന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചോലാണ്. അപ്പോ അത്തരം ക്ലിപ്പ് കൊണ്ടെടുക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ ക്ലിപ്പ് ആ സ്ത്രീ വിളിച്ചു സംസാരിച്ചു, ആ സംസാരിച്ചതിൽ സഭ്യമല്ലാത്ത ഒന്ന് ആ സ്ത്രീ എന്നോടോ ഞാൻ അങ്ങോട്ടോ പറഞ്ഞിട്ടില്ല. സ്ത്രീക്ക് അറിയാനുള്ളത് ചോദിച്ചു, സ്ത്രീക്ക് ആ വിഷയത്തിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മര്യാദ അനുസരിച്ച് സോറി എന്നും പറഞ്ഞു. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങള് പിന്നെ ക്ലിപ്പിടുമ്പോ അന്തസ്സോടെ ഇടേണ്ടതെന്താ? ഞാൻ നിങ്ങളോട് ഹലോ, നിങ്ങള് ക്ലിപ്പിടേണ്ടത് എന്താ? ഞാൻ നിങ്ങളോട് സംസാരിച്ച കുറെ സ്വകാര്യ സംഭാഷണത്തിന്റെ ക്ലിപ്പുകളെ കയ്യിലുണ്ടാവുമല്ലോ. ആ ക്ലിപ്പുകൾ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് എമ്പാടും ആഘോഷിക്കാണ്ടല്ല വിഷയം. അങ്ങനത്തെ ക്ലിപ്പ് കൊണ്ടുവരിങ്ങള്. അവിടെയല്ലേ അതിന്റെ ആണത്വം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സ്വകാര്യമായി സംസാരിച്ച ക്ലിപ്പുകൾ കുറെ ഉണ്ടായിരിക്കെ, അതിന്റെയൊക്കെ ഫോൾഡർ തുറക്കാൻ ബാക്കിയുണ്ടായിരിക്കെ, ഇങ്ങനത്തെ ഏതെങ്കിലും ക്ലിപ്പിന്റെ പിന്നാലെ നിങ്ങൾ പോളിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയിമ കൂടണോ? അയിമ കൂടിക്കോളി. അതിന്റെ കൂടെ ഇതും കൂടി കൊണ്ടുവന്നൂടെ നിങ്ങൾക്ക്. പിന്നെ കഴിഞ്ഞ മാസം 28-ാം തീയതി എന്റെ നാടിന്റെ പരിസരത്ത് വന്നിട്ട് ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞത് ഈ ക്ലിപ്പറ്റി എയിഞ്ഞോ? ഞാൻ സംസാരിച്ച ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ക്ലിപ്പ് ഉദ്ദേശിച്ചിട്ട് എയിഞ്ഞോ? നമുക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ മരിച്ചതിന്റെ മുമ്പ് ഇടണമെന്ന് പറഞ്ഞ ക്ലിപ്പ് ഈ ക്ലിപ്പ് എയിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ആ സ്ത്രീക്ക് പറയാനുള്ള സ്ത്രീ പറഞ്ഞിക്കണ്, സംസാരിക്കാനുള്ള ഞാനും സംസാരിച്ചിക്കണ്. അതിലൊന്നും നിങ്ങൾക്ക് നാറ്റക്കേസായിട്ടൊന്നും പറയാനില്ല. പിന്നെ നിങ്ങളത് കൊണ്ടെടുക്കുമ്പോ എന്താണ് ഇപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നൗഷാദ് വാക്കവി ഒരു നാട്ടിലെ ഒരു വലിയ ജനസമൂഹത്തെ മുഴുവൻ പിന്നെ വിവരമില്ലാത്തോലാക്കി ചിത്രീകരിച്ച് ഇസ്ലാമിന്റെ പേരിൽ കടുത്ത ഭീകരവാദം പ്രസംഗിച്ച് ഒക്കെ ജനങ്ങളെ മുന്നിൽ വഷളായിട്ടുണ്ടെങ്കിൽ അത്തരം ചില സംഗതിക്കൊന്നും നമ്മളങ്ങള് കാക്കണ്ട. നമ്മൾ പ്രസംഗിച്ചത് ബോധപൂർവം വന്ന ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോ പിറ്റേ ദിവസം സ്വമേധയാ അത് വിശദീകരിച്ച് തിരുത്തിയിട്ടുണ്ട്. പ്രതിപാദിക്കപ്പെട്ട സ്ത്രീകൾക്ക് മാനഹാനി ഉണ്ടാക്കലോ അഭിമാനക്ഷത ഉണ്ടാക്കലോ ഉദ്ദേശിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അവരല്ല നമ്മളെ പ്രസംഗത്തിന്റെ പ്രമേയം എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ ആ ഫോൺ കോളിൽ നിങ്ങൾക്ക് ഒരുപാട് മാതൃക ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകുന്നത് പോലെ ആ ഫോൺ കോളിൽ നിങ്ങൾ മാതൃകയാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, എന്റെ പ്രസംഗത്തിന്റെ ചില പരാമർശങ്ങള് ആ സ്ത്രീയെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി അതുമൂലം സമൂഹത്തിൽ ആ സ്ത്രീയെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ ആ സ്ത്രീക്ക് വിഷമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഫോൺ വിളിച്ച് അതിന്റെ ഒരു വിശദീകരണം തേടി ആ ഫോൺ കോള് പുറത്ത് വിട്ടിട്ട് ആ ധാരണ തിരുത്താം എന്ന് ആ സ്ത്രീ കരുതിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ത്രീ ചെയ്തത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. പക്ഷേ ആ സ്ത്രീ ആ ഫോൺ കോള് റെക്കോർഡ് ചെയ്ത് ക്ലിപ്പ് പുറത്തു വിട്ടു എന്നതുകൊണ്ട് ഫോൺ കോള് റെക്കോർഡ് ചെയ്യലും അത് പുറത്തു വിടലും ഇസ്ലാമിന്റെ ഒരു സുന്നത്തോ അല്ലെങ്കിൽ പറലോ അല്ലെങ്കിൽ വലിയൊരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കണ്ട. ഞാൻ എടരിക്കോട് ചങ്കുവെട്ടിയിലെ പ്രസംഗത്തിലും ആവർത്തിച്ച് എന്റെ വിഷയം അതാണ്. മതരംഗത്ത് ഫോൺ കോള് റെക്കോർഡ് ചെയ്യുക, സ്വകാര്യമായ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്യുക, എന്നിട്ട് ഫോൺ ചെയ്തത് എന്ത് ചെയ്യാണ്? പുറത്തു വിടുക. എന്നിട്ട് അല്ലെങ്കിൽ പുറത്തു വിടും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. എന്നിട്ട് പ്രസംഗിക്കുക. പ്രസംഗിച്ചിട്ട് വലിയ വെല്ലുവിളി നടത്തുക. വെല്ലുവിളി നടത്തിയിട്ട് പറയും ഇത് നിങ്ങൾ മറുപടി പറയില്ല, പറഞ്ഞാൽ ഞാൻ ഇന്ന ആളെ ഫോൾഡർ ക്ലിപ്പിന്റെ ഫോൾഡർ പുറത്തു വിടുന്നു ഭീഷണിപ്പെടുത്തുക. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ആ സ്ത്രീ അത് വിട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. കാരണം അവരെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ അവരത് ഉപയോഗിച്ചോട്ടെ എന്ന് കരുതി നിങ്ങൾ പിന്നെ എന്ത് ചെയ്യല്ലേ? അത് മാതൃകയാക്കാൻ നിൽക്കല്ലേ? അത് ഇസ്ലാം ദീനിൽ സുന്നത്തല്ല, ഫർളും അല്ല, പ്രബോധന രംഗത്ത് മര്യാദയല്ല, തോന്നിയാസാണത്. ഇനി അത് വിചാരിച്ചിട്ട് നാളെ ഇപ്പൊ ഏത് കാര്യപ്പെട്ട തങ്ങളെ ഫോണ റെക്കോർഡ് ചെയ്യുക, ഇതൊന്ന് മാതൃകയാക്കി സുന്നത്തെടുക്കാനെന്ന് ആരും കരുതണ്ട.
അല്ലെങ്കിൽ ഏത് കാര്യപ്പെട്ട മൂല്യരെ ഫോൺ കോളാ കിട്ടുക എന്ന് വിചാരിച്ച് അതിനു വേണ്ടി റെക്കോർഡിന് കാത്തിക്കണ്ട. ഇനി മരിച്ചോലാരെങ്കിലും അക്ബറിൽ പോയിട്ട് വല്ല ക്ലിപ്പും കിട്ടുമെന്നും കരുതണ്ട. അപ്പോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ആ ക്ലിപ്പുകൾ കൊണ്ടെടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചില മാതൃകയുണ്ട്, ചില മാതൃകയാക്കാൻ പറ്റാത്ത സംഗതിയുണ്ട്. നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അതായിരുന്നു മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് ഞാനിപ്പോ ഇങ്ങനെ വിടാൻ കാരണം എന്താ വെച്ചാൽ, ഞാന് യാത്ര പോന്നിട്ടുണ്ട്. ചിലരിങ്ങനെ ഈ തൊള്ളന്റെ പുളി തീർക്കാൻ വേണ്ടിയാണ്ട് ചിലപ്പോ എന്ത് ചെയ്യും, ഫോണിക്ക് വിളിക്കും നാട്ടിക്കേ. അപ്പൊ അതിന് 1.25 ചെലവാക്കിയാണ്ട് തൊള്ളന്റെ പുളി തീർക്കാൻ വിചാരിച്ച് വിളിച്ചിട്ട് ഇഞ്ഞ കിട്ടാതെ ആ പുളി തീർക്കാൻ കഴിയാതെ 1.25 നഷ്ടപ്പെട്ടൊരു സങ്കടം ഓൽക്ക് വേണ്ടാനും എന്നും കൂടി ഒരു ഗുണകാംശം ഓലോടും കൂടി കരുതിയിട്ട് വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ വ്യക്തിപരമായി ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് കേറി വെക്കുന്ന നമ്മളോട് 1-2 ആൾക്കാർ തമാശക്ക് പറഞ്ഞപ്പോ ഇങ്ങനെ കേറി വെക്കിയതാണ്. അതുകൊണ്ട് ആ ക്ലിപ്പുകൾ പരമാവധി കൊണ്ടെടുക്കണ കൂട്ടത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ച മാതൃകകളും പകർത്തുകയും അല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഉസ്താദന്മാരിന്ന് പഠിച്ചിട്ടുണ്ട്. ഫോൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതും ഒരു വിഷയം പിന്നെ ഒരാളെ കുറിച്ച് കേൾക്കുമ്പോൾ പറയേണ്ടതും ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് ആ ഫോൺ കോളില് അവര് സ്വീകരിച്ച സംസ്കാരം ശൈലിയൊന്ന് മാതൃകയാക്കിയാൽ നന്ന്. എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു 75% ശുദ്ധികലശം നടത്താൻ കഴിയും. ഒരാളെ കുറിച്ച് വല്ലതും കേട്ടാൽ അവരിൽ നിന്ന് അതൊന്ന് അന്വേഷിച്ചും ചോദിച്ചും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയാ. നിങ്ങൾ തീരുമാനിച്ചാൽ തന്നെ നിങ്ങളെ സംഘടനക്ക് അജണ്ട അല്ലാതെയാവും. മാത്രമല്ല സോഷ്യൽ മീഡിയ കുറച്ച് ശുദ്ധികലശം നടത്തും ചെയ്യും. ഇനി അതൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളിലൊരു 4 ആൾക്കെന്നേലും സ്വയം നന്നാകാൻ കഴിയും. അത്തരം ചില കാര്യം കൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. രാത്രി ഉറങ്ങാത്തതിന്റെ കാരണം ഈ യാത്ര ആയതുകൊണ്ടാണ്. ഇനി നന്നായി എന്ന് ഉറങ്ങണ മാതിരി ഇൻഷാ അല്ലാഹ് കുറച്ച് ഉറങ്ങണം. അതുകൊണ്ട് അതൊന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.